നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒറ്റനോട്ടത്തിൽ ഈ ഭവനം നിങ്ങളിൽ ഒരു അത്ഭുതം ഉളവാക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടതിലും എത്രയോ വലിയ ദുരിതമാണ് 8 അംഗങ്ങളുള്ള ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ ചേർത്തല താലൂക്ക് പാണാവള്ളി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വംഭരൻ ഭർത്താവ്, മാനസ, ഞാൻ ഭാര്യ, എന്റെ മകൻ ബിമലി, അവന്റെ ഭാര്യ, 4 പിള്ളേരും അടങ്ങുന്ന ഒരു കുടുംബമാണ്. എന്റെ മകന് 10 മാസമായിട്ട് അസുഖം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാതെ കഷ്ടപ്പാടിലാണ്. വേനലിനെയും മഴയെയും അതിജീവിക്കാൻ കൽപ്പുള്ള ഒരു ഭവനം സ്വന്തമായി ഉണ്ടായിരുന്ന ഇവർ ഈ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്നത് ഈ കുടുംബത്തിലെ 2 പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനായി വീടും പുരയിടവും വിറ്റതോടുകൂടിയാണ്. ഞങ്ങൾക്ക് 4 മക്കളായിരുന്നു. 2 പെണ്ണും 2 ആണും. 2 പേര് കെട്ടിച്ച് വിട്ട്. അവിടെ കെട്ടിക്കാൻ വേണ്ടി പൈസ കടബാധ്യത ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ വീട് വിറ്റ് ഞങ്ങൾ അടുത്ത 9-ാം വാർഡിൽ ഒരു 3 സെന്റ് സ്ഥലവും മേടിച്ചിട്ട് ചെറിയ വീടും കെട്ടി താമസിക്കുക. അപ്പൊ വീട് വെക്കാനൊക്കെ ഉദ്ദേശിച്ച് തറയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്റെ മകനൊരു ഓട്ടോ തൊഴിലാളിയായിരുന്നു. അവന്റെ വരുമാനം കൊണ്ട് കഴിഞ്ഞു പോവുകയാണ്. അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. പണിക്കൊന്നും പോകാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മോന്റെ അസുഖം മൂലം അച്ഛനും കൂടെ നടക്കുകയാണ്. അവന് 4 കുട്ടികളും ഭാര്യയും ഉണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അവൻ ആദ്യം തോളുവേദന, പിന്നെ മുതുകുവേദന, പിന്നെ നടുവേദന, അങ്ങനെ വേദനകൾ വന്നിട്ട് ഞങ്ങൾ അടുത്തൊരു ആശുപത്രി കാണിച്ച് 2 പ്രാവശ്യം അവിടെ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ അസുഖം എന്താണെന്നറിയാൻ വേറെ ആശുപത്രി പോകുന്നതിനായിട്ട് ഞങ്ങൾ ചേർത്തലയിൽ ഡോക്ടറെ കാണിക്കാൻ പോയി. ചേർത്തലയിൽ കാണിച്ചു കഴിഞ്ഞിട്ടും ശരിയാകാഞ്ഞിട്ട് അവർ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കാണിക്കുന്നു. അങ്ങനെ കോട്ടയത്തേക്ക് പോകാൻ പറഞ്ഞു. കോട്ടയത്തേക്ക് ചീട്ട് തന്ന് കോട്ടയത്ത് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ അസുഖമാണെന്ന് അറിയണം. വയസ്സെന്ന ജീവിതത്തിലെ ഈ സുവർണ കാലഘട്ടത്തിൽ വിമൽകുമാറിൽ കടന്നുകൂടിയിരിക്കുന്ന രോഗം എന്തെന്ന് തിരിച്ചറിയാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ വച്ച് ഇവർക്കായെങ്കിലും തുടർ ചികിത്സ എന്ന സമുദ്രം താണ്ടാൻ കോട്ടയത്തെ ഡോക്ടേഴ്സ് ഇവരെ തിരുവനന്തപുരം RCCയിലേക്ക് പറഞ്ഞയച്ചു. കോട്ടയത്ത് നിന്ന് ഡോക്ടർ പറഞ്ഞ് വിമലിന് അസുഖം ഇന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരം RCC പോകണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ അത് കേട്ട ഉടനെ അവിടുന്ന് ചീട്ടും മേടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് ചെന്ന് ഡോക്ടറെ കണ്ടപ്പോ 1 മാസത്തോളം താമസിച്ചതിന് ശേഷമാണ് രോഗം കണ്ടുപിടിച്ചത്. അതിനുള്ളിൽ ഡോക്ടർ പറഞ്ഞ് അസ്ഥിക്കുള്ളില് ക്യാൻസറാണ്, അത് മരുന്ന് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ, 8 കീമോ ചെയ്യുമ്പോ മാറി കിട്ടുമെന്നാ ഡോക്ടർ പറഞ്ഞ. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞങ്ങൾ 3 കീമോ നടക്കുള്ളൂ അവിടെ തന്നെ സ്ഥിരം താമസിച്ച്. 3 കീമോ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ സാമ്പത്തികമൊക്കെ കുറവ്, നാട്ടുകാർ പിരിച്ചു തന്നാൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു.
നാട്ടിൽ വന്നിട്ട് പിന്നീട് ഇങ്ങനെ ഇടവിട്ട് ചെന്നിപ്പോ 2 കീമോ കൂടി കഴിഞ്ഞ് 5ാമത്തെ കീമോയും കഴിഞ്ഞ്. കാശിന്റെ പോരായ്മ വിമലിന്റെ ട്രീറ്റ്മെന്റുകൾക്ക് തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഇവർക്കൊരു താങ്ങാവാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന വിമലിന്റെ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും കഴിഞ്ഞു. ഇപ്പോൾ സഹായത്തിന്റെ എല്ലാ പഴുതുകളും അടഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ വിമലിന് അവശേഷിക്കുന്ന 3 കീമോകൾ എങ്ങനെ നടത്തുമെന്ന അങ്കലാപ്പിലാണ് ഈ കുടുംബം. എന്റെ പേര് ഷീബ സുത്തിൻ എന്നാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ മെമ്പറാണ്. എന്റെ വാർഡിലെ താമസക്കാരനായിട്ടുള്ള ഈ വിമലിന് അസുഖം ബാധിച്ചിട്ട് 10 മാസക്കാലമായി. അപ്പം ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഈ ആള് ഓട്ടോ തൊഴിലാളിയായിരുന്നു. ആ ഓട്ടോ തൊഴിൽ ചെയ്ത് ആണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അസുഖം ബാധിച്ച് 10 മാസക്കാലമായി കിടപ്പിലായിട്ട് ഇപ്പോൾ ഈ വീട് ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അപ്പോൾ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ചികിത്സാ സഹായം മാത്രമേ ഇവിടെ ലഭിച്ചിട്ടുള്ളൂ. ഇനിയും തുടർ ചികിത്സ ആവശ്യമാണ്. 3 ലക്ഷത്തോളം രൂപയോളം ഇനിയും പിന്നെ ഹീമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമാണ്. അപ്പൊ ആ തുക ലഭിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. എല്ലാവരും സഹായിച്ച് ഈ കുടുംബം രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ട്രീറ്റ്മെന്റുകളുടെ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന വിമലിന് മഴ പെയ്താൽ അകത്തും പുറത്തും ഒരുപോലെ വെള്ളം നിറയുന്ന ഈ ഭവനത്തിൽ തന്നെ കഴിയേണ്ടി വന്നത് വാടകയ്ക്കൊരു വീടെടുക്കാൻ പോലും കഴിയാത്ത നിവൃത്തികേട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങള് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോന്നെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അടാപിടി മഴയാണ്. മഴയത്ത് പെര ചോർന്നും പിന്നെ താഴെയുള്ള വെള്ളം കയറുകയും ചെയ്യും അകത്തേക്ക്. പിന്നെ മറ്റുള്ള രീതിയിൽ പിള്ളേർക്ക് പോലും കിടക്കാനും എന്റെ മോന് കിടക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ്. തിണ്ണയിൽ നിന്ന് വെള്ളം നല്ല മഴ വന്നിട്ടുണ്ട്, പെരയുടെ അകത്ത് കയറും. പിന്നെ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ. വീട് ഇങ്ങനെ കിടക്കണതാണ്. പക്ഷെ എന്നാലും സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ട് അവിടെ താമസിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് വീട്ടിലുള്ളിൽ കഴിയേണ്ട ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നു. വീടില് സുഖമായിട്ടല്ല എങ്കിലും ഇവിടെ കിടക്കണ്ടേ, അവിടെ ആകുമ്പോ വാടകയും കൊടുക്കണമല്ലോ, അതില്ല. പിന്നെ മറ്റുള്ള സാധനത്തിന്റെയൊക്കെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ. അടുക്കള പോയി, പെര പോയി, മഴ നല്ലോണം പെയ്ത അകത്ത് വെള്ളം കയറും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പോണത്. എന്റെ മകന് സുഖമായിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനാണ്. കുഞ്ഞുങ്ങളെയും കയറ്റി കിടത്താൻ പറ്റിയല്ല. മഴ വന്നിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ കയറിയിരിക്കാനല്ലാതെ കൊണ്ട് താഴെ തിണ്ണയിലിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. തീ പോലും പിടിപ്പിച്ച് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റിയല്ല. അതാണ് ഞങ്ങളുടെ പെരയുടെ ഉള്ളിലുള്ള അവസ്ഥ. പുറം ഇങ്ങനെയാണെങ്കിലും അടുക്കളയിലുള്ളിലുള്ള അവസ്ഥ അങ്ങനെയാണ്.
വിമൽ ഉൾപ്പെടെ 8 അംഗങ്ങളുള്ള ഈ കൊച്ചു ഭവനത്തിലെ മറ്റ് 7 അംഗങ്ങളുടെയും ഏക ആശ്രയം ഇദ്ദേഹം മാത്രമാണ്. എത്രയും പെട്ടെന്ന് രോഗത്തിൽ നിന്ന് മോചനം നേടാൻ ഈ മനസ്സ് ആഗ്രഹിക്കുമ്പോഴും പാതി വഴിയിൽ തുടർ ചികിത്സ മുടങ്ങിപ്പോകുമോ എന്ന പേടി മാത്രമാണ് ഇപ്പോൾ ഈ മുഖത്ത് നിഴലിക്കുന്നത്. ഞങ്ങളുടെ മകന് അസുഖം 3 കീമോ കൂടി നടത്തണം. ആ 3 കീമോ ചെയ്യാനുള്ള നിവൃത്തി ഞങ്ങൾക്കില്ല. നാട്ടുകാര് സഹായിച്ചാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇനി ഈ കീമോ ചെയ്യണമെങ്കിൽ 3 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണം. ഇത് നാട്ടുകാർ പിരിച്ചു തന്ന് അവർ പരമാവധി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവരിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. അവരോട് പറയാനും കൂടി പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അയൽക്കാരന്റെ വേദനകൾക്ക് മുമ്പിൽ മുഖം തിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരർത്ഥം കണ്ടെത്തുന്നത് സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമാണ്. മനസ്സും ശരീരവും ആത്മാവും ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ നാം സഹജീവികൾക്ക് സംലഭ്യരാകുന്നു. പരനോടുള്ള സ്നേഹം അപരനിലേക്ക് ഒഴുകുന്നു. ജീവിതമെന്നാൽ സ്നേഹമാണ്, ത്യാഗമാണ്, ധ്യാനമാണ്, ദാനമാണ്. അതിനാൽ ദാനമായി കിട്ടിയ ഈ ജീവിതം അപരന്റെ കൂടി നന്മയ്ക്കായി നമുക്കുപയോഗിക്കാം. ആ നല്ല ശമരിയാക്കാരനായ യഥാർത്ഥ അയൽക്കാരനെ പോലെ. ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ 3333080247 IFSC കോഡ് SBIN 0003285, സ്വിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരികൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വചനം നമുക്ക് ഇങ്ങനെ ഉറപ്പു തരുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മൾ ഓരോ രോഗികളെയും കാണുമ്പോഴും അവരുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കുമ്പോഴും നമുക്ക് ദൈവം പറഞ്ഞിരുന്നത് രോഗാവസ്ഥ ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിന്റെയും ശ്രദ്ധിക്കുന്നതിന്റെയും അടയാളമാണ്. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ സമരിയാൻ പ്രോഗ്രാമിൽ
ഞങ്ങൾ പരിചയപ്പെടുത്തിയ രോഗി ജിഷ്ണു, അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഒരു ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിരസിന്റെ ഭാഗം വളരെയധികം ഡാമേജ് ആവുകയും അതുമൂലം ഇപ്പോൾ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് നീണ്ട നാളത്തെ ചികിത്സ ആവശ്യമാണ്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും കഴിവും ആവശ്യമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടലിലൂടെ മാത്രമേ അത് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ജിഷ്ണുവിന് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായിട്ട് സഹായിക്കുവാൻ തയ്യാറായ ഓരോ വ്യക്തികളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ സ്നേഹപൂർവ്വം ചേർത്തുവെച്ച തുക 1,07,000 രൂപ, അതിന്റെ ചെക്ക് ഇന്ന് ജിഷ്ണുവിന്റെ അളിയൻ രതീഷിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ജിഷ്ണുവിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മകനെ ചികിത്സിക്കുന്ന ഡോക്ടറും അതുപോലെ തന്നെ സഹായിക്കുന്ന നഴ്സുമാരും വൈദ്യശാസ്ത്രത്തിന്റെ മേഖലകളെല്ലാം ഈ മകന് വേണ്ടി ശക്തമായി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനായി, അതുപോലെ തന്നെ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി എല്ലാം നമുക്ക് തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മകനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ജിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി സഹായിച്ച എല്ലാ വ്യക്തികളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ തന്നെ അവന്റെ ഈ അസുഖം മാറിക്കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.